ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളും കുറച്ച് പഴങ്ങളും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ എന്തായാലും വീട്ടിലിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. അപ്പം ഞാനിപ്പം ഇങ്ങനെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. പണ്ടും ഇഷ്ടമായിരുന്നു, എന്നാലും ഇപ്പോൾ കൂടുതലായിട്ട് ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചെടികളാണ് കാണിക്കുന്നത്. ഇത് കുഞ്ഞ് ചെമ്പരത്തിയാണ്, സാധാ ചെമ്പരത്തി അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ പൂള ചെമ്പരത്തിയാണ്. ചട്ടിയിൽ തന്നെ വളർത്താൻ നമുക്ക് വേണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ പേര്, എല്ലാ ചെടികളുടെയും പേര് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, എന്നിട്ട് ഇങ്ങനെ റെഡ് കളറിൽ. ഇപ്പോൾ പൂ കുറവാണ് ഈ ഒരു സമയത്ത്, പക്ഷേ നല്ലോണം ഉണ്ടാവും. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്, അങ്ങനെ മഴത്തുള്ളി പോലെ അങ്ങനെ തൂങ്ങിക്കിടക്കും. അത് ഗ്രീനിലൊരു റെഡ് കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ, വൈറ്റ്, ഓഫ് വൈറ്റ് കളർ. ഇത് റെഡാണ്. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നമുക്കിങ്ങനെ കയറ്റി വിടാൻ പറ്റിയ അങ്ങനെ എന്താണ്, കമ്പിയിലൊക്കെ അതിനെ കയറ്റി വിടില്ല, അങ്ങനെ കയറ്റി വിടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട്. കണ്ടോ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. നമ്മൾ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വയ്ക്കാൻ പറ്റിയൊരു ചെടിയാണിത്. ഇതാണ് ഇതിൻ്റെ പൂ വന്നിട്ട്. ഇനി അടുത്തത് ഈ ഒരു ചെമ്പരത്തിയാണ്. ഇത് സാധാ ചെമ്പരത്തിന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു ചെമ്പരത്തി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു കാട് പോലെ നിൽക്കുവാണ്. ആ ചെമ്പരത്തി ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ വെള്ള പൂ കണ്ടോ, അത് ഒരു നല്ലൊരു മണമുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ക്ലമാറ്റിസ് എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്താ, ഇത് ഇങ്ങനെ റിങ് പോലെ സംഭവമില്ല, അതിലേക്കൂടെ കയറ്റിയാണ് വിട്ടേക്കുന്നത്. എന്നിട്ട് അതിന് തൂങ്ങിക്കിടക്കും, തൂങ്ങി ഇങ്ങനെ ഉണ്ടായി വരും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു ഭംഗിയെന്ന് മാത്രം നല്ല മണമാണ്. ഒരു പിച്ചിപ്പൂൻ്റെയോ അങ്ങനത്തെ ഒരു നല്ലൊരു ആ ഒരു പരിസരം ഫുള്ള് ആ മണമാണ്. പിന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ, സീസണിലാണ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇത് പൂത്ത് നിൽക്കുന്ന സമയമാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മാറ്റി നട്ടിട്ടും ഇത് പിടിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ചെടിയിൽ നിന്ന് വേറെ തയ്യോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് നഴ്സറിയിൽ നിന്ന് എപ്പോഴോ അച്ഛൻ വാങ്ങിച്ചതാണ്. അപ്പം ഞാനിത് അനുവിൻ്റെ വീട്ടിലും കൊണ്ടുകിടന്ന് നോക്കി, പക്ഷെ അവിടെ കൊണ്ടിട്ടത് പിടിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ആ കൊമ്പ് കുത്തിയാലും പിടിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അത് ക്ലമാറ്റിസ് നല്ലൊരു ചെടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെടി, ഇതൊരു വയലറ്റ് പൂ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. ഇപ്പം അതിൽ പൂ കുറവാണ്, എന്നാലും നിറയെ പൂ ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇതും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പൂ വന്നിട്ട്. ഇനി അടുത്ത് നമ്മുടെ ചെത്തി എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു കുറ്റിച്ചെത്തി ഉണ്ടല്ലോ, അതാണ് വെട്ടി നിർത്താൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിരയിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ നിരയായിട്ട് നട്ടുപിടിപ്പിച്ചതായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ പോയി. കൂടുതൽ കെയർ ചെയ്താലോ, എപ്പോഴും കെയർ ചെയ്യണമല്ലോ നമ്മൾ ചെടിയൊക്കെ നടുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടും ഇരിക്കണം. അപ്പോൾ ഇതിപ്പം കുറച്ച് ഇങ്ങനെ വെട്ടാണ്ടൊക്കെ എന്നിട്ട് ഇങ്ങനെ കുറച്ച് വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞ് ചുവപ്പ് ചെത്തി. പിന്നെ അതിൻ്റെ സൈഡിൽ ഈ ചെടിയുടെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. കണ്ടോ, ഇതിൻ്റെ രണ്ട് കളർ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ റെഡും ഒരു യെല്ലോ കോമ്പിനേഷനാണ്. ഇത് കുറേ ദിവസം വാടാണ്ട് നിൽക്കും. അപ്പം നമുക്ക് മതിലിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ കുറേ കൂട്ടമായിട്ടൊക്കെ വച്ച് പിടിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ ആ ചെടി. പിന്നെ ഈ ഒരു വയലറ്റ് ചെടി അല്ലെങ്കിൽ പർപ്പിൾ കളർ ചെടിയുടെ പേര് വന്നിട്ട് ഏഞ്ചലോണിയ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇത് നല്ല കുറേ പൂക്കൾ, നല്ല ഭംഗിയാണ്. ഇത് മാത്രം ഇത് പിടിക്കാനും എളുപ്പമാണ്. ഒരു കുഞ്ഞു കമ്പ് ഓടിച്ചു കുത്തിക്കഴിഞ്ഞാൽ പിടിക്കും. അപ്പം ഞാനിത് എൻ്റെ വീട്ടിലും കൊണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ നിറയെ പൂണ്ടായി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു കളർ ലാവൻഡർ കളർ, അതാണ് പെർഫെക്റ്റ് കളർ പറയുന്നത്, ലാവൻഡർ കളർ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. ഈ ഒരു ചെടി നമുക്ക് എളുപ്പത്തിൽ മാറ്റി നടാനും പറ്റും. നിറയെ ഇങ്ങനെ പൂണ്ടായി നിൽക്കും, നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഏഞ്ചലോണിയ. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബോൾസിൻ്റെ ഒരു മെറൂൺ കളറാണിത്. മെറൂൺ ബോൾസാണ്. ഇതൊക്കെ നമുക്ക് ഈ ഓണം സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതൽ ആവശ്യം ഇതിന്. കാരണം പൂവിടാനൊക്കെ ആയിട്ട് കൂടുതൽ ആവശ്യം വരുന്ന ഒരു ചെടിയാണ് ബോൾസൊക്കെ. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഈ ഒരു പനയുടെ ഒരു ചെടി, അത് പണ്ട് നട്ടതാണ്. ഇപ്പോൾ അതിൻ്റെ പക്ഷേ അതിൽ നിന്ന് കുറേ ഇങ്ങനെ മുള പൊട്ടി ഇങ്ങനെ കുഞ്ഞു തൈയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പിങ്ക് കളർ ചെത്തി, ഇതിങ്ങനെ നമ്മുടെ അശോക ചെത്തി അതുപോലെ തന്നെ വലുതായിട്ട് കുറേ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് പിങ്ക് ചെത്തി നല്ലോണം ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പിങ്ക് കളറ് നല്ലൊരു കളറാണ് അല്ലേ. പിന്നെ ഇതിൻ്റെ റെഡും ഉണ്ടല്ലോ, റെഡ് നല്ല കളർഫുൾ ആയിട്ടുള്ള റെഡ് കളർ അതുകൂടി ഉണ്ട്. പക്ഷേ അതിലിപ്പം പൂവില്ല, കാണിക്കാനായിട്ട് പൂവില്ല. ഇപ്പം പിങ്ക് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമ്മുടെ കോളാമ്പി ചെടിയുടെ തന്നെ വേറൊരു വെറൈറ്റി. പക്ഷേ ഇതിൻ്റെ പേര് വേറെയാണ് കേട്ടോ. കോളാമ്പി എന്നൊന്നല്ല, അതിൻ്റെ പേര് എന്തോ
പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഇതുപോലെ തന്നെ ഈ ചെടികളൊക്കെ നമുക്കിങ്ങനെ കുറ്റി കുറ്റി പോലെ നട്ടിട്ട് നിരയായിട്ട് നട്ട് ഇങ്ങനെ നിറയെ എപ്പോഴും പൂവുണ്ടാവുകയും ചെയ്യും. നല്ല ഭംഗിയാണ് അങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട്, ഇത് ഓറഞ്ച് കളറ്. ഇതിൻ്റെ ആദ്യം റെഡും യെല്ലോയും നമ്മൾ കണ്ടില്ലേ, അപ്പോൾ ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ. നമുക്കിതൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ചെടിയാണിത്. ഇതിൻ്റെ പല കളറുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇത് മഴമറയുടെ അകത്ത് നിൽക്കുന്നതാണ്. ഇവിടെ മഴമറയുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് പുതിനയിലയാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് ഫുള്ള് പുതിനയിലയാണ്. പുതിനയില ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട്, പുതിനയില നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കടയിൽ നിന്ന് ഈ കവറിൽ കിട്ടില്ലേ വാങ്ങിക്കാനായിട്ട്, അപ്പോൾ വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ വേര് വരും. അപ്പം നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റും. ചട്ടിയിലും നിലത്തൊക്കെ നടാം. നിലത്ത് നടുമ്പോൾ എന്താ കൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ വലുതായിട്ടുണ്ടാവും, ഇലയ്ക്കും നല്ല വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പുതിനയിലയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പുല്ല് അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മുടെ മഴമറയാണ്, പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം മഴമറ ഉണ്ടെങ്കിലും അതിലെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ഇടാത്തത്. ഇത് നമ്മുടെ മഴമറയുടെ ഫോട്ടോ. ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞുള്ളൂ അതിലെല്ലാ ചെടികളും. കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. ചീര ഉണ്ടായിരുന്നു, പടവലം, പാവയ്ക്കൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മഴമറയുടെ അകത്തെ കുറച്ച് ഫോട്ടോസാണ്, നേരത്തെ എടുത്തു വെച്ചായിരുന്നു കുറച്ച് ഫോട്ടോസാണ് ഈ കാണിക്കുന്നത്. വെള്ളരി, വെണ്ടയ്ക്ക ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത് വന്നിട്ട് രാമച്ചാണ്. ഇത് ഒരു ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ കുറച്ച് 2-3 തൈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അച്ഛൻ നട്ടിട്ടുണ്ട്, രാമച്ചം. പിന്നെ ഇത് ഞാൻ ആദ്യം കാണിച്ചു തന്നത് റെഡ് കളറിൻ്റെ തന്നെ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് കളറാണ്. ഇത് ഇതുപോലെ തന്നെ തൂങ്ങിക്കിടത്ത് നല്ല ഭംഗിയാണ് മഴത്തുള്ളി പോലെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നടുമ്പോൾ നമുക്കിങ്ങനെ കമ്പിക്കടെ ഇങ്ങനെ കയറ്റി വിട്ടിട്ട് ഇങ്ങനെ ഇപ്പം നിലത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം അതിലിങ്ങനെ ഈ പൂ ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അങ്ങനെ കാണാനായിട്ട്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ 10 മണിപ്പൂ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇത് എന്താണ്, ഉണ്ടാവാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചെടി കാണിച്ചു തരാം. ഈ ചെടിയുടെ പേര് പെൻഡസ് എന്നാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഡാർക്ക് പിങ്കാണ്. അപ്പം അതിൽ പൂ അത്ര ഇല്ല, നിറയെ പൂ ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പൂ കുറവാണ്. ഇതിൻ്റെ തന്നെ വയലറ്റ് കളർ, വൈറ്റ് കളർ, അങ്ങനെ ലൈറ്റ് പിങ്ക് എല്ലാം നമുക്ക് നഴ്സറിയിൽ പോയാൽ അവിടെ എല്ലാ കളറും നമുക്ക് കിട്ടും ആ ഒരു ചെടിയുടെ. പിന്നെ ഈ ചെടി ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, ആ ഒരു ചെടിയുടെ തന്നെ 2 സ്ഥലത്ത് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് മഞ്ഞ ചെത്തിയാണ്. ഇത് സാധാ ചെത്തി തന്നെ മഞ്ഞ കളർ. ഇതിൻ്റെ തന്നെ മഞ്ഞ തന്നെ കുറ്റി ആയിട്ടും കിട്ടും. ഇത് കുറ്റിയല്ല കേട്ടോ, ഇത് പൊങ്ങി വരുന്ന ടൈപ്പ് മഞ്ഞ ചെത്തിയാണ്. പൊക്കം വയ്ക്കും കണ്ടോ. അതാണ് ചെത്തി തന്നെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ പോയി നിൽക്കുവാണ് കേട്ടോ. ചുവന്ന ചെത്തി തന്നെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, കുഞ്ഞിത്. അതിൻ്റെ അകത്തുനിന്ന് വേറെ ഒരു താമരപ്പൂ അല്ല, റോസാപ്പൂ പോലെയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനത്തെ ചെത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വൈറ്റ് വെള്ള കളറ് ചെത്തി. ഇത് ഇങ്ങനെ മരം പോലെ മരം പോലെ ഉണ്ടായിട്ട് എപ്പോഴും ഇതിൽ പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ചെത്തിക്ക് നല്ല മണമാണ്, നല്ല മണമുള്ള ചെത്തിയാണിത്. പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഹൃദയം എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. എല്ലായിടത്തും എന്താ പറയുന്നത് അറിയില്ല. ഇതിൻ്റെ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഇപ്പം നിൽക്കുന്നത് ഇങ്ങനെ കോല് പോലെ നീണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു ചട്ടിയിൽ നന്നായിട്ട് നട്ടുപിടിപ്പിച്ച് നല്ല ഒരു വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല കളറായി, ഇപ്പോൾ ഉള്ള കളറിനേക്കാളും നല്ല കളർഫുള്ളായിട്ട് വരും. ഈ ഹൃദയത്തിൻ്റെ തന്നെ പല കളറുണ്ടല്ലോ, പല ഇലയ്ക്ക് പല കളർ. ഇത് വേറെ വെറൈറ്റിയാണ്. അങ്ങനെ നമ്മൾ ചട്ടിയിൽ നട്ട് നല്ല വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ ഈ ചെടി നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് പലരും ഇത് അത്രയ്ക്കും കെയർ ചെയ്യാത്തൊരു ചെടിയാണ്. പക്ഷെ അങ്ങനെ നടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ചെടി ഇതുപോലെ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗി. ഇലച്ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ നിൽക്കുന്നത് ഞാൻ പറിക്കുമായിരുന്നു. അപ്പോൾ ഈ ചെടി എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി. നഴ്സറിയിൽ നിന്ന് എപ്പോഴോ പണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നഴ്സറിയിലൊക്കെ പോയി ചെടികളും മരങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇപ്പം കുറവാണ് വാങ്ങിക്കുന്നത്.
കണ്ടു, ഇതിൻ്റെ തന്നെ ആ ചെടിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്. പിന്നെ ഉള്ളത് ജമന്തിയാണ് കേട്ടോ. ജമന്തിയിൽ വെള്ള ജമന്തിയാണ്. വെള്ള ജമന്തിയിൽ നിറയെ പൂ ഉണ്ടായതായിരുന്നു. ഇപ്പോൾ പൂ ഉണ്ടായിട്ട് എല്ലാം തന്നെ വാടി തുടങ്ങി. പക്ഷേ ഉണ്ടായ സമയത്ത് നല്ല രസമായിരുന്നു, കുറേ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് ജമന്തി. ഇതിൻ്റെ മഞ്ഞയും ഉണ്ട്, ഇവിടെ മഞ്ഞയുണ്ട്. പിന്നെ ഇത് ഒരു ഇലച്ചെടി. ഇത് നട്ടേക്കുന്നത് ഒരു തെങ്ങ്, കൊള്ളാത്ത തെങ്ങ് വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് അച്ഛൻ്റെ പണിയാണ് കേട്ടോ ചെയ്തേക്കുന്നതാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇങ്ങനെ കാണുമ്പം ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. ഇതാണ് ശരിക്കും ആ തെങ്ങിൻ്റെ രൂപം. അപ്പോൾ അതൊരു ചട്ടി പോലെ ആക്കിയിട്ട് അതിലേക്ക് നട്ടു വെച്ചേക്കുന്നു. പക്ഷെ നല്ല ഭംഗിയായിട്ട് അത് ചെടി ഇതിൽ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അടുത്ത് വന്നിട്ട് നമ്മുടെ 10 മണി ചെടിയാണ്. ഈ ചെടി ഇങ്ങനെ കുറേ അധികം എന്താ പറയുക, കുറച്ച് സ്ഥലത്ത് പല കളറിൽ നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയായി ഇങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു 10 മണി, രാവിലെ 10 മണി ആകുമ്പോഴത്തേക്കും വന്ന് നോക്കി നല്ല നിറഞ്ഞു നിൽക്കുന്ന പൂവുണ്ടായിട്ട്. എന്നിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വാടി തുടങ്ങും. പക്ഷേ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസം. ഇതൊക്കെ അച്ഛൻ്റെ പണിയാണ് കേട്ടോ. കുറച്ച് സ്ഥലത്താണ് നട്ടേക്കുന്നത്, പക്ഷേ എപ്പോഴും ഇതിൽ പൂവുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും വന്നിട്ട് ഈ പൂ നോക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പൂവുണ്ടായി വരുന്നുള്ളൂ, ഇത്രയും അങ്ങ് ആയിട്ടില്ല. പൂവുണ്ടായിട്ട് വരുന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ നിറഞ്ഞ് പൂവുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. ഈ 10 മണിയുടെ കുറേ അധികം കളറുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം ഒരു 3-4 കളറേ ഉള്ളൂ. പക്ഷേ കുറേ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ഏരിയയിൽ ഇങ്ങനെ നിറയെ അടുപ്പിച്ച് നട്ടുപിടിപ്പിക്കാൻ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. 10 മണി നമുക്ക് കയറി കണ്ട ചെടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയിലൊക്കെ നടുമ്പോഴത്തേക്കും കണ്ടു. ഇത് ഒരു വർഷം മുമ്പേ നട്ടതാണ് ചട്ടിയിൽ. അന്ന് നിറയെ പൂവുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചട്ടി മാറ്റി അതിൻ്റെ മണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നല്ല മണ്ണ് ആക്കി കൊടുക്കണം. അതുപോലെ ചെടി ഇടയ്ക്ക് ഒടിച്ചു കുത്തി അങ്ങനെ കെയർ ചെയ്യണം, എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് ഒരു വർഷം മുമ്പ് വെച്ചാണ്. അപ്പോൾ ഇപ്പോൾ അതിൽ 1-2 പൂവേ ഉള്ളൂ. അത് നമ്മളിപ്പം അത് കെയർ ചെയ്യാത്തതുകൊണ്ട് അതങ്ങനെ പോകാറായിട്ട് നിൽക്കുവാണ് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചട്ടിയിൽ നട്ടു പിടിപ്പിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും നമ്മൾ ഈ പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പം പല കളറുകൂടി ഉണ്ടായിരുന്നു അതിൽ. ഇപ്പം അതൊന്നും എല്ലാ കളറൊന്നും ഇല്ല, പലതും പോയി. കണ്ടില്ലേ? ഇത് പിന്നെ ആന്തൂറിയം. ഈ ഒരു കളറ് കുറേ ചട്ടിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്തിട്ട് ഉടനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു റെഡിഷ് മെറൂൺ കളറ്. വേറെ വൈറ്റും പിന്നെ വേറൊരു ഡാർക്ക് മെറൂണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയി. പിന്നെ ഇതൊരു ക്രിസ്മസ് ചെടി പോലത്തെ, അങ്ങനെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് നമ്മൾ വയനാട് പോയപ്പം അവിടെ നിന്നൊരു കമ്പ് കൊണ്ടുവന്നാണ്. ഇത് നിറയെ, ഇതിപ്പോൾ ഈ സമയത്ത് എടുത്ത ഫോട്ടോ അല്ല കേട്ടോ. ഈ സമയത്ത് ഇതിലിപ്പോൾ ഇല മാത്രമേ ഉള്ളൂ, ഈ റെഡ് കളറിലില്ല, പൂവില്ല. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചൊരു ഫോട്ടോ ഇട്ടതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് നിലത്ത് നട്ടുണ്ടാണ്, അല്ലാണ്ട് നമുക്ക് ചട്ടിയിലും കിട്ടുമല്ലോ, അതല്ല ഇത് നിലത്ത് നട്ടുന്നത് ഇങ്ങനെ നിറയെ ഉണ്ടാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫിലോസാൻ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ചെടിയുടെ പേരെന്താണ്. ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഫിലോസാനാണ്. പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഉള്ള കഴിക്കേണ്ട സംഭവം ഉണ്ടല്ലോ, റംബൂട്ടാൻ പോലത്തെ ഒരു സംഭവമാണ് റംബൂട്ടാൻ്റെ അകത്തുള്ള സംഭവം ഒരു കഴമ്പാണ് അകത്തുള്ളത്. പക്ഷെ അത് നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ ചെറുതൊരു കുഞ്ഞു പൊടി പോലെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. വരുന്നവരൊക്കെ ചോദിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത് എന്ത് മരമാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഫിലോസാണ്. പക്ഷേ ഇവിടെ ഉണ്ടായേക്കുന്നത് ഇങ്ങനെ ഇപ്പം 2-3 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ സൈഡ് മാത്രം വെട്ടിക്കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കുവാണ്. പക്ഷേ ഇത് നമുക്ക് തിന്നാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പഴുക്കുമ്പോഴത്തേക്ക് ആ റെഡ് കളർ പോലെ ആയി വരും. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ റംബൂട്ടാൻ്റെ പോലത്തെ ഒരു പഴമാണ് അകത്തുണ്ടാവുന്നത്. നമ്മൾ ഇവിടെ ഇത് കഴിക്കാൻ പറ്റില്ല, പക്ഷെ വെട്ടാണ്ട് നിർത്തിയേക്കുവാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന മാങ്കോസ്റ്റീനാണ്. ഈ മാങ്കോസ്റ്റീനിൽ നിറയെ 2 വർഷമായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടായിട്ട് കഴിഞ്ഞ് നിൽക്കുവാണ്. നിറയെ ഈ തവണ ഉണ്ടായിരുന്നു മാങ്കോസ്റ്റീൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു നല്ല മധുരമല്ലേ, നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലിപ്പം ആകെ 1-2 ഉള്ളൂ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ വേണ്ടി കാണിക്കാം കേട്ടോ. ഇത് 2 എണ്ണം ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്, 2 എണ്ണം നിൽക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ പഴമാണ് നിൽക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നാണ് കേട്ടോ. അത് നല്ല പഴുത്ത് കിടക്കുന്ന മാങ്കോസ്റ്റീൻ.
പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് വന്നിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് പുറമേ റെഡ് കളറിലിരിക്കുന്ന പാഷൻ ഫ്രൂട്ടാണ്, പക്ഷെ അകം നമ്മുടെ മഞ്ഞ കളർ തന്നെ. പുറമേ ഇതിപ്പോൾ പച്ചയാണല്ലോ, പഴുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ മഞ്ഞയല്ലേ ആവുന്നത്, മഞ്ഞയ്ക്ക് വരും റെഡ് കളറാവും. അതാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഇതിവിടെ ഇങ്ങനെ തൈ എന്തോ കിടന്നിട്ട് മുളച്ചാണ്. ഇത് കുറേ നാളുകളായിട്ട് ഇവിടെ ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അപ്പം നമ്മൾ നിറയെ ഉണ്ടാവും, ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് അത് പോവും. പിന്നെ അടുത്ത തൈ കിടന്നിട്ട് മുളച്ചതാണ് കേട്ടോ ഇതൊരു മാവിൽ കൂടിയാണ് കയറിപ്പോയിരിക്കുന്നത്. പന്തലൊന്നും കൊടുത്തിട്ടില്ല, ഒരു മാവിൽ കൂടെ കയറിപ്പോയിരിക്കുന്നത്. പക്ഷെ നിറയെ ഉണ്ടാകുന്നുണ്ട് പാഷൻ ഫ്രൂട്ട്. പിന്നെ പലതിനും നല്ലതാണല്ലോ, ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു ഇതല്ലേ പാഷൻ ഫ്രൂട്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചിക്കു, സപ്പോട്ട അല്ലെങ്കിൽ ചിക്കു, ആ ഒരു പഴമുണ്ട്. അതെനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു പഴമുണ്ട്, ചിക്കു എന്ന് പറയുന്നത്. ചിക്കു ഷേക്ക്, അതൊക്കെ ഞങ്ങൾ പണ്ട് എപ്പോഴും ഹോസ്റ്റലാണ് സമയത്ത് സ്ഥിരം ഞാനൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കു ഷേക്ക് സ്ഥിരം കുടിക്കുമായിരുന്നു. ചിക്കുവിൻ്റെ ഐസ്ക്രീം ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഐസ്ക്രീമിനൊക്കെ കൂടുതൽ ആ സമയത്ത് ചിക്കു ഷേക്കായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്ന് പറയുന്ന ഈ ഒരു പഴം. എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ പഴം, ചിക്കു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പഴുത്തൊരു പാഷൻ ഫ്രൂട്ട് കിട്ടി, കണ്ടോ. ഇതാണ് അതിൻ്റെ ഇതിനേക്കാളും കുറച്ചുകൂടി കളർ മാറും കേട്ടോ. ഇതാണ് റെഡ് പാഷൻ ഫ്രൂട്ട്. അകം പക്ഷേ മഞ്ഞയായിരിക്കും. ശരിക്കും അകം റെഡ് ഉള്ളതും ഉണ്ട്. അത് ഞങ്ങൾ മൂന്നാറിൽ പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇതിവിടെ വന്നപ്പോഴത്തേക്കും പിടിച്ചില്ല. അത് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ലായിരിക്കും. പിന്നെ ഇത് മുള്ളാത്ത, ഇതും ഇവിടെ ഉണ്ടായതാണ് ഈ തവണ. പക്ഷേ എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഫോട്ടോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മുടെ ചിക്കു കുറച്ചധികം ഉണ്ടായ സമയത്ത് എടുത്തു വെച്ചാണ്. ചിക്കു, മുള്ളാത്തയ്ക്കൊക്കെ കുറേ അധികം ഗുണങ്ങളുണ്ട്, എന്തൊക്കെയോ കുറേ നല്ലതാണെന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. ഇത് നമ്മുടെ ഫിലോസാൻ. പിന്നെ ചാമ്പയ്ക്ക, ഞാൻ നട്ട സ്വന്തം ചാമ്പയ്ക്ക. പിന്നെ പേരയ്ക്ക. ഈ പേരയ്ക്ക നല്ല വലുതാവുന്ന കിലോ പേരയ്ക്ക, അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, വലിപ്പം വയ്ക്കുന്ന പേരയ്ക്കയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ഇങ്ങനെ ഒരു ഗാർഡനിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നേക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാകുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുക്കിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഇതിന് ഇടാൻ കേട്ടോ, അടുത്ത് ഇതായിട്ട് കാണിക്കുന്നതാണ്. കുക്കിങ്ങും ക്രാഫ്റ്റും ഒക്കെ ഞാൻ ഈ സമയത്ത്, കുക്കിംഗ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത്. കൂടുതലായിട്ടും കുക്കിംഗ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ പോലും ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് കുക്കിംഗ്, അല്ലേ. അതുപോലെ ഗാർഡനിങ് നല്ലൊരു പ്ലഷർ തരുന്ന, നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മൾ നട്ടൊരു ചെടി ഉണ്ടായി അതിൽ പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. രാവിലെ എണീക്കുമ്പോഴത്തേക്കും അത് എത്രമാത്രം വളർന്നു നോക്കുന്ന, അങ്ങനെയൊക്കെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാനതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഞാൻ അവിടെ അനുവിൻ്റെ വീട്ടിൽ നട്ടേക്കുന്ന അവിടുത്തെ കുറച്ച് പൂക്കളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.